ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. സ്കോർ അക്കാഡമിയുടെ സിസ്റ്റർ ചാനലായിട്ടുള്ള ഈ സ്കോർ റെയിൽവേ മലയാളം എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവാറായി. ഈ കഴിഞ്ഞ 1 വർഷ കാലയളവിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ തൊട്ട് ALP, ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3, നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, NTPC ഗ്രാജുവേറ്റ്, ഗ്രൂപ്പ് ഡി, ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാ എക്സാംസിനും സ്കോർ റെയിൽവേ മലയാളം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ പരീക്ഷകൾക്കും നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്ന മാത്രയിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്, ഏത് സോണുകളിൽ അപ്ലൈ ചെയ്യണം, എവിടേക്കാണ് വേക്കൻസി ഉള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ. ഇനി RRB കണ്ടക്ട് ചെയ്യുന്ന ഏത് എക്സാം എടുത്താലും, അതിപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ തൊട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡി വരെയുള്ള ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും RRB പൊതുവെ നിങ്ങൾക്ക് ആ എക്സാമിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്ന് നിങ്ങളുടെ പ്രായമാണ്. നിങ്ങൾ എത്ര അല്ലെങ്കിൽ ഏത് പ്രായപരിധിയിൽ ഉൾപ്പെടുന്ന ആളുകളാണ്, അതനുസരിച്ച് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. അതിനകത്ത് OBC-കാർക്കും SC/ST-കാർക്കൊക്കെ റിലാക്സേഷൻസ് ഉണ്ട്. ഇനി ഇതല്ലാതെ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കുണ്ടോ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഈ 2 ക്രൈറ്റീരിയാസും ഏറെക്കുറെ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ മൂന്നാമത്തെ ക്രൈറ്റീരിയ, ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ എക്സാമിൽ ഏതൊക്കെ പോസ്റ്റുകളാണോ ഉള്ളത്, ആ പോസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നം പിടിച്ച കാര്യമാണ് റെയിൽവേയുടെ കാര്യത്തിൽ. കാരണം റെയിൽവേ വ്യക്തമായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓരോ പോസ്റ്റിനും പറയുന്നുണ്ട്. ആ പോസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നേരത്തെ പറഞ്ഞ പ്രായപരിധിയോ വിദ്യാഭ്യാസ യോഗ്യതയോ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്താലും, അതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയാലും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. ആ പർട്ടിക്കുലർ പോസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന മെഡിക്കൽ ഫിറ്റ്നസ് നിങ്ങൾക്കുണ്ടായിരിക്കണം. സോ ഈ പറഞ്ഞ എല്ലാ എക്സാംസിനും കൂടെ എന്തൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡുകളാണ് RRB മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കമൻറ്റുകൾ, ഒരുപാട് ഡൗട്ടുകൾ കുട്ടികൾ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്മളിടുന്ന ഓരോ വീഡിയോയുടെ താഴെയും നമ്മുടെ വാട്സാപ്പിലെ കോൺടാക്ട് നമ്പറിലെ ഡൗട്ടുകളായിട്ടും ഇതല്ലാതെ ഫോൺ വിളിച്ചും കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങളെ RRB പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും RRB എന്തൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ? പൊതുവെ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ്? റെയിൽവേയുടെ മെഡിക്കൽ ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? ഒരു ഡൗട്ടാണ്, ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ്. റെയിൽവേയുടെ മെഡിക്കൽ ബുദ്ധിമുട്ടുള്ളതല്ലേ, പ്രശ്നമാണോ? 2, ഹെർണിയ, പൈൽസ്, വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് മെഡിക്കൽ കിട്ടുമോ? ഇതും ചോദിക്കാറുണ്ട് കുട്ടികൾ. 3, ലാസിക് സർജറി കഴിഞ്ഞവരുടെ സാധ്യതകൾ എങ്ങനെയാണ്? അവർക്ക് എക്സാം എഴുതാൻ പറ്റുമോ? എക്സാം എഴുതിയാൽ തന്നെ അവർ മെഡിക്കലി അൺഫിറ്റ് ആവുമോ? PWBD, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്കാർക്ക് മെഡിക്കൽ എങ്ങനെയായിരിക്കും റെയിൽവേയുടെ കാര്യത്തിൽ? മെഡിക്കൽ ടെസ്റ്റിന് പോകുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? കന്നഡ ഉപയോഗിക്കുന്നവർക്ക് റെയിൽവേ എക്സാംസിൽ മെഡിക്കലി അൺഫിറ്റ് ആയിരിക്കുമോ? കന്നഡ വെച്ചവർക്ക് ഈ പറഞ്ഞ പോലെ എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സാമിൽ മെഡിക്കലി അൺഫിറ്റ് ആവാനുള്ള സാധ്യതയുണ്ടോ? ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത്രയും ചോദ്യങ്ങളാണ് പൊതുവെ ഞാൻ ഇതിനെ ക്രോഡീകരിച്ചിരിക്കുന്നുള്ളൂ. ഇതും ഇതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. എന്നാലും പൊതുവെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം, ഒരു രീതി ഇതാണ്. ഓക്കെ, ഈ ചോദ്യങ്ങൾ, ഇതിൽ ഒട്ടുമിക്ക ചോദ്യങ്ങളുടെയും നിങ്ങൾ ഒട്ടുമിക്ക സംശയങ്ങളും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്? എങ്ങനെയാണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെയും ഈ പറയുന്ന അസുഖങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ നിങ്ങളെടുത്ത് ക്രൈറ്റീരിയകൾ വെച്ച് നീട്ടി തരുന്നത്, അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, 2, ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റ്, 3, ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രൊസീജിയേഴ്സ്. ഇത് ഓരോന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ടെസ്റ്റിനെ പറ്റി ഇത്രയും നേരം സംസാരിച്ചു. അപ്പോൾ ഈ മെഡിക്കൽ ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എവിടെ നിന്ന് വേണം എടുക്കാനായിട്ട്? നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തുനിന്നോ, മെഡിക്കൽ എക്സാമിനേഷന് പോയിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്നോ, അല്ലെങ്കിൽ അവർ പോയി അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാം? മെഡിക്കൽ എക്സാമിനേഷനെ പറ്റി മനസ്സിലാക്കിയെടുക്കാം. അതാണോ കുറച്ചുകൂടെ ഒതന്റിക് ആയിട്ടുള്ളത്, അതോ RRB തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ മാനുവൽ ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഒതന്റിക് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒന്നാമത്തത് നല്ല കാര്യമാണ്, കുട്ടികളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും അത് കേൾക്കുന്നതും നിങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ്. പക്ഷേ
മെഡിക്കൽ മാനുവലിനകത്ത് കൊടുത്തിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ജനറലി എല്ലാ മെഡിക്കൽ എക്സാമിനേഷൻ സെൻറ്ററുകളിലും ഫോളോ ചെയ്യേണ്ടത്. മെഡിക്കൽ എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത്, ആ സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവിടുത്തെ ഈ പറഞ്ഞ പോലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ സ്ഥലത്തെയും ടെസ്റ്റുകൾ വേരി ചെയ്യുന്നുണ്ടായിരിക്കുക. സോ എല്ലാവരുടെയും കോമൺ ആയിട്ട് കണ്ടക്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തായിരിക്കണം എന്നുള്ളത് RRB തന്നെ അവരുടെ മെഡിക്കൽ മാനുവലിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ സോഴ്സായിട്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവൽ തന്നെയാണ്. 2, ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റ്. മെഡിക്കൽ മാനുവൽ പ്രകാരം ഏതൊക്കെ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും ആൻഡ് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രൊസീജിയേഴ്സും. നമുക്ക് ഈ ഒരു വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ പെർവ്യൂവിൽ നിന്നുകൊണ്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഈ മെഡിക്കൽ ടെസ്റ്റിൽ RRB പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ RRB കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എൻ്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവൽ ചാപ്റ്റർ 5 ആണ്. അതിനകത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ RRB പുറത്തുവിട്ടിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ തൊട്ട് ഇനി വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് കാണാൻ പറ്റും. അതായത് RRB അതാത് പോസ്റ്റിന് കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് പുറമെ എന്തൊക്കെയാണ് മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടത് എന്നുള്ളത് ചാപ്റ്റർ 5 ഓഫ് ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവലിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് നോട്ടിഫിക്കേഷൻസിനകത്തും പറഞ്ഞിട്ടുള്ളത്. സോ ഞാനും എൻ്റെ സോഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇതേ മെഡിക്കൽ മാനുവൽ തന്നെയാണ്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഓരോ നോട്ടിഫിക്കേഷനകത്തും RRB പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മാനുവൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ പർപ്പസിന് വേണ്ടി ഞാൻ എൻ്റെ സോഴ്സായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവൽ തന്നെയാണ്. ഓക്കെ, ഇനി അതിനകത്ത് കൊടുത്തുള്ള ടെസ്റ്റുകളുടെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. 1, വിഷ്വൽ എക്വിറ്റി ബേസ് ചെയ്തിട്ടും 2, ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ ബേസ് ചെയ്തിട്ടുമാണ്. പൊതുവെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യം, അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. RRBയുടെ മെഡിക്കലിനകത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് RRB ചെക്ക് ചെയ്യുന്നത് കാഴ്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ വിഷ്വൽ എബിലിറ്റി, വിഷ്വൽ എക്വിറ്റി, അതാണ് RRB യാതൊരു വിധത്തിലുള്ള റിലാക്സേഷനും ഇല്ലാതെ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം. അതിന്റെ കൂട്ടത്തിൽ ജനറൽ ആയിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കൂടെ നോക്കും എന്നർത്ഥം. ഓക്കെ, സോ ഈ 2 സംഭവങ്ങളും നമുക്ക് ചെക്ക് ചെയ്യണം. ഈ 2 ക്ലാസിഫിക്കേഷനും ബേസ് ചെയ്തിട്ട് എന്തൊക്കെയായിരിക്കും ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി വിഷ്വൽ എക്വിറ്റിയുടെ ബേസ് ചെയ്തിട്ട് ആണ് പൊതുവെ എല്ലാ നോട്ടിഫിക്കേഷനിലും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് RRB പുറത്തുവിടുന്നത്. അതിനകത്ത് A മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, B മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, C മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. A എന്ന് പറയുന്നത് പബ്ലിക് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ആളുകളാണ് A1, A2, A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റേഷൻ മാസ്റ്റർ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ഗുഡ്സ് ഗാർഡ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. B1, B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഗ്സ് ആയിട്ടും അതാത് വ്യക്തികളായിട്ടും അതിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന മെഡിക്കൽ അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. കൂടുതൽ ഈ പറഞ്ഞ പോലെ അല്ലാത്ത ജോലികളാണ് ഇവിടെ വരുന്നത്. അതായത് ഡയറക്റ്റ് പബ്ലിക്കായിട്ട് കോൺടാക്ട് ചെയ്യപ്പെടാത്ത ജോലികളാണ് ഇവിടെ വരുന്നത്. B1, B2 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് വരുന്നത്. C1, C2 എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. കൂടുതലും ഡെസ്ക് ജോബ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് C1, C2 എന്ന് പറയുന്നത്. അപ്പോൾ A, B, C എന്ന് പറയുന്ന ഈ കാറ്റഗറി വൈസ് തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഫസ്റ്റ് ആദ്യം ഇത്രയും മനസ്സിലാക്കി വെക്കുക. വിഷ്വൽ എക്വിറ്റി, കണ്ണ് സംബന്ധമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിലുള്ള ടെസ്റ്റുകളും ജനറൽ ഫിസിക്കൽ എക്സാമിനേഷനും പൊതുവെ ഉള്ള നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും RRB ചെക്ക് ചെയ്യും മെഡിക്കൽ ടെസ്റ്റിൽ. വിഷ്വൽ എക്വിറ്റിയിൽ എന്തൊക്കെയാണെന്നുള്ളതും ജനറൽ ഫിസിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ഈ 2 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്, ജനറൽ ഫിസിക്കൽ എക്സാമിനേഷനും വിഷ്വൽ എക്വിറ്റി. അതിൽ ആദ്യത്തെ ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ കാര്യത്തിനകത്ത് RRB മെഡിക്കൽ മാനുവലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നോക്കുക. എക്സാമിനർ വിൽ യൂസ് ദെയർ ഓൺ ഡിസ്ക്രിപ്ഷൻ. അത് ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ബോർഡിലുമുള്ള എക്സാമിനറിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ആളുകളുടെ എക്സാമിനേഷന് പോയിട്ടുള്ള കുട്ടികളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. എക്സാമിനേഴ്സ് വിൽ യൂസ് ദെയർ ഓൺ ഡിസ്ക്രിപ്ഷൻ. എന്തിനടിസ്ഥാനപ്പെടുത്തി അങ്ങനെ തോന്നിയാ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇവന് മെഡിക്കൽ അൺഫിറ്റ് ആക്കാം, അങ്ങനെ പറ്റില്ല. എങ്ങനെയാണ്? അതിന് ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ്? ദ പ്രോസ്പെക്റ്റീവ് ഡ്യൂട്ടീസ് ഓഫ് ദി എക്സാമിനി. നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്ന ആ പോസ്റ്റിന്റെ സാധ്യതകൾ ആദ്യം മനസ്സിലാക്കും. ഏജ് ഓഫ് എക്സാമിനി, ആ വരുന്ന ഉദ്യോഗാർത്ഥിയുടെ പ്രായം നോക്കും, അവൻ എത്രത്തോളം സർവീസ് ബാക്കിയുണ്ടെന്നുള്ളത് നോക്കും. ഇതെല്ലാം കൂട്ടിയും കിഴിച്ച് നോക്കിക്കൊണ്ട് എക്സാമിനർ പറയും, അയാളുടെ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ ഫിറ്റ് ആണോ അൺഫിറ്റ് ആണോ എന്നുള്ളത് പറയും. സോ ഇത് ബോർഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, നിങ്ങൾ പോകുന്ന സെൻറ്റർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ,
2, മെഷർമെന്റ് ഓഫ് ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് തുടങ്ങിയവയൊക്കെ ഏത് പോസ്റ്റിനെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യും, അതും ആവശ്യപ്പെടും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് നമ്മൾ തന്നെ പറയും. നമുക്കറിയാം ഗ്രൂപ്പ് ഡിക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. RPF പോലുള്ള പരീക്ഷകൾക്ക് എന്തുണ്ട്, ഹൈറ്റ്, വെയിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. സോ ഇത് രണ്ടും നിങ്ങൾ ആദ്യം തന്നെ എന്തിൽ മനസ്സിലാക്കി വെക്കുക, ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കി വെക്കുക. എക്സാമിനറിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഡിസ്ക്രിപ്ഷൻ ഈ പറയുന്ന നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി, നിങ്ങളുടെ പ്രായം അടിസ്ഥാനപ്പെടുത്തി, പ്രായം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സർവീസ് ബാക്കിയുണ്ടെന്നുള്ളതൊക്കെ കൂട്ടിയും കഴിച്ച് നോക്കിയിട്ടായിരിക്കും എക്സാമിനർ അത് ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. 2, ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് ഗർത്ത് തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിന് അത് റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യുന്നതായിരിക്കും. എവിടെ, ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ. ഇത് മാത്രമാണോ ചെക്ക് ചെയ്യുക? അല്ല. പിന്നെ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുക? നിങ്ങളുടെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഹാർട്ടിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലും ECG ചെക്ക് ചെയ്യുന്നതായിട്ട്, ECG എടുത്ത് നോക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ലങ്സ് ചെക്ക് ചെയ്യും, എക്സ്റേ എടുക്കുന്നു പറയുന്നുണ്ട്. പിന്നെ കണ്ടീഷൻസ് ഓഫ് ടീത്ത് ആൻഡ് ഗം, പല്ല്, മോണ തുടങ്ങിയവയുടെ ആരോഗ്യസ്ഥിതി അവർ പരിശോധിക്കുന്നതാണ് പറയുന്നത്. പല്ലിൻ്റെ എണ്ണം, ആ പല്ലിനകത്ത് എത്രത്തോളം കേടുള്ള പല്ലുണ്ട്, നല്ല പല്ല് എത്രയുണ്ട് എന്നുള്ളതൊക്കെ അവർ നോക്കും. ഇതൊക്കെ ജനറൽ എക്സാമിനേഷൻ ആണ്. പല സ്ഥലങ്ങളിൽ ഇത് നോക്കാറില്ല, നോക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം റൂളിനകത്തുണ്ട്. ചില സ്ഥലങ്ങളിൽ നോക്കുന്നില്ല, ചില സ്ഥലങ്ങളിൽ നോക്കാം. അപ്പം നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനെ നോക്കിയില്ലല്ലോ, എൻ്റെ എന്തിനാ നോക്കണമെന്ന് ചോദിച്ചു വരരുത്. കാരണം എന്താ, മെഡിക്കൽ മാനുവലിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള എന്ത് കാര്യം അവർക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. 3-മത്തെ എന്താണ്, അബ്ഡോമിനൽ ഡിസീസസ് വല്ലതും ഉണ്ടോ, ഉദര സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ. 4-മത്തെ ഹെർണിയ അല്ലെങ്കിൽ ടെൻഡൻസി ടു ഹെർണിയ ഉണ്ടാവാൻ സാധ്യതയോ ഉള്ള ആളുകളാണോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെന്താണ്, ഡിഗ്രി ഓഫ് ഹൈഡ്രോസീൽ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഇത് 3 ചെക്ക് ചെയ്യും. ഹൈഡ്രോസീൽ ആണുങ്ങളുടെ കേസിൽ വെരിക്കോസ് വെയിനും പൈൽസും എന്ത് ചെയ്യും, ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി വെദർ ദർ ഇസ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ജോയിന്റ്, നിങ്ങളുടെ കൈയും കാലൊക്കെ ഒന്ന് അനക്കി എല്ലാ ജോയിന്റ്സും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. സ്കിൻ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. ഇനി ഹിയറിംഗ് എബിലിറ്റിയുടെ കേസിൽ 2 കാതുകളും ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കും. അത് ആദ്യത്തെ കേസിൽ 6 മീറ്ററോ മറ്റോ ഡിസ്റ്റൻസിൽ നിന്നും ഒരു കാത് അടച്ചു വെച്ചുകൊണ്ട് അവർ ഒരു നമ്പറോ സംതിങ് എന്തെങ്കിലും അവർ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും, അങ്ങനെ 2 കാതുകളിലെയും എന്ത് ചെയ്യും, ഹിയറിംഗ് എബിലിറ്റി അവർ ചെക്ക് ചെയ്യും. സ്പീച്ച് ഡിഫക്റ്റ്, നിങ്ങൾക്ക് വിക്ക് തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. അതുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്കായിരിക്കും നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കുക. ഇനി അല്ലാത്ത എന്തെങ്കിലും കണ്ണിന്റെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പകർച്ചവ്യാധികൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത് ഫ്യൂച്ചറിലേക്ക് വിഷനെ ബാധിക്കാൻ, കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. പിന്നെന്താണ്, അക്യൂട്ട് ഓർ ക്രോണിക് ഡിസീസസ് ഉണ്ടോ, എന്തിന്, ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസസ് ഉണ്ടോ, മറ്റെന്തെങ്കിലും അക്യൂട്ടോ ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഇതെല്ലാം ജനറൽ ഫിസിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും, ഹെർണിയ, പൈൽസ്, വെരിക്കോസ് വെയിൻ, കമ്മ്യൂണിക്കേബിൾ ഡിസീസസ് ഉണ്ടോ, കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ പല്ല്, ഹാർട്ട്, ലങ്സ്, സ്കിന്ന്, നിങ്ങളുടെ ജോയിൻസിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊക്കെ അവരെന്ത് ചെയ്യും, ജനറൽ ഫിസിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് അവർക്ക് ചെക്ക് ചെയ്തു എന്നും വരാം. ഓക്കെ, ചില സ്ഥലങ്ങളിൽ ചെയ്തില്ല, ചില സ്ഥലങ്ങളിൽ ചെയ്യാം. പക്ഷെ ഇതിനെല്ലാത്തിനുള്ള പ്രൊവിഷൻ ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ഇനി അപ്പൊ ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തി കാൻഡിഡേറ്റ്സ് എക്സിബിറ്റിംഗ് ദ അണ്ടർ നോട്ടഡ് കണ്ടീഷൻസ് വിൽ ബി റിജക്റ്റഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി എംപ്ലോയ്മെന്റ് സൗട്ട്. അപ്പൊ ഇതിൽ 2 കളറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എഴുതിയിരിക്കുന്നത് എന്താ, താഴെ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ എവിടെ തൊഴിൽ അന്വേഷിച്ചാലും അവരെന്ത് ചെയ്യും, ദേ വിൽ ബി റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ 2 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ചുവപ്പിലും ഓറഞ്ചിലുമായിട്ട് കൊടുത്തിട്ടുള്ളത്. ചുവപ്പ് കണ്ടീഷനിൽ കൊടുത്തിരിക്കുന്ന അസുഖങ്ങൾ പൾമണറി TB, അതുപോലെ തന്നെ STDs, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ട്രക്കോമ, കണ്ണ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലെപ്രസി, ഈ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി മെഡിക്കലി റിജക്റ്റഡ്. അവർ മെഡിക്കലി അൺഫിറ്റ് ആണെന്ന് RRB ഡിക്ലെയർ ചെയ്യും. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഈ പറഞ്ഞ അസുഖങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് റീമെഡിക്കൽ തരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. ഹെർണിയ, ഹൈഡ്രോസൈൽ, പൈൽസ്, വെരിക്കോസ് വെയിൻ, ഫ്ലാറ്റ് ഫുട്ട് ഓർ നോക്ക് നീ, ആസ്മ, എപ്പിലെപ്സി, അതുപോലെ തന്നെ ഒട്ടോറിയ തുടങ്ങിയ അസുഖങ്ങളുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീമെഡിക്കലിനുള്ള സ്കോപ്പ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കംപ്ലീറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമിനറിന്റെ ഡിസ്ക്രിപ്ഷനാണ്. നമ്മുടെ വീഡിയോയുടെ താഴെ കുട്ടികളെ വന്ന് ചോദിക്കേണ്ടത്, ഹെർണിയ ഉണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുമോ? വെരിക്കോസ് വെയിൻ ഉണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റില്ല. മെഡിക്കലിൽ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എക്സാമിനർ നിങ്ങളുടെ അസുഖത്തിന്റെ സിവിയറിറ്റി നോക്കും. ആ അസുഖം ഇനിയും കൂടാനാണോ സാധ്യത,
കുറയാനാണോ സാധ്യത, ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, ട്രീറ്റ്മെന്റ് എടുത്താൽ ഇത് ഭേദമാവുമോ തുടങ്ങിയ കാര്യങ്ങൾ അയാൾ ചെക്ക് ചെയ്യും. അയാൾ ചെക്ക് ചെയ്ത് അസുഖം ഭേദമാവാനുള്ള സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റീമെഡിക്കലിനുള്ള സമയം തരും. 6 മാസമാണ് പൊതുവെ കൊടുക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ അസുഖങ്ങളുണ്ട്, അസുഖം സിവിയർ ആണ്, പക്ഷെ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഭേദപ്പെടും എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 6 മാസം സമയം വരെ എക്സാമിനർക്ക് കൊടുക്കാം. എക്സാമിനർ എന്ത് ചെയ്യും, 6 മാസം കഴിയുമ്പോൾ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ അടുത്ത മെഡിക്കൽ കൂടെ വെക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർജറി ആവശ്യമുള്ള അസുഖങ്ങളാണ്, ഇപ്പോൾ പൈൽസ് പോലുള്ള അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ സർജറിക്ക് വിധേയമാവാം. സർജറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, തിരിച്ചു വരാം. അപ്പോൾ ആ തിരിച്ചു വന്ന് മെഡിക്കൽ എടുക്കുന്ന സമയത്ത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മെഡിക്കലി അൺഫിറ്റ് ആയിരിക്കും. നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കും, പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അപ്പോൾ ഇത് നിങ്ങളുടെ അസുഖത്തിന്റെ സിവിയറിറ്റി അനുസരിച്ചും ആ എക്സാം കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനറിന്റെ മനോഭാവം അനുസരിച്ചും ഇരിക്കുന്നതാണ്. ഇത് വേറെ ആർക്കും നിങ്ങളുടെ അടുത്ത് ഉറപ്പ് പറഞ്ഞു തരാൻ പറ്റില്ല. വെരിക്കോസ് വെയിൻ ഉണ്ട്, പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതാണ് അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അസുഖത്തിന്റെ സിവിയറിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും മെഡിക്കൽ എക്സാമിനറിന്റെ അവസ്ഥ അല്ലെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അനുസരിച്ചിരിക്കും നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണോ അൺഫിറ്റ് ആണോ എന്നുള്ളത്. റൂൾ പ്രകാരം ഈ അസുഖമുള്ള ആളുകൾക്ക് റീമെഡിക്കലിനുള്ള സ്കോപ്പ് ഉണ്ട്. ആൻഡ് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എക്സാമിനറിന്റെ ഡിസ്ക്രിപ്ഷനാണ്. വേറൊരു കാര്യം കൂടെ അവിടെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഹെർണിയ, ഹൈഡ്രോസീൽ, പൈൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അസുഖം നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു, നിങ്ങൾ സർജറി ചെയ്ത് അത് ഭേദപ്പെട്ടിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. പൈൽസിന് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങളെന്ന് വിചാരിക്കുക. പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മുന്നേ ഉണ്ടായിരുന്ന ശാരീരിക അവസ്ഥയെ RRB മെഡിക്കൽ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. അൺലെസ് അത് ഹെഡ് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹെഡ് ഇഞ്ചുറി, തലയ്ക്ക് അടിയേറ്റുകയോ നിങ്ങൾ ആക്സിഡന്റിൽ പെട്ടിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ A1, A2, A3 ഞാൻ നേരത്തെ പറഞ്ഞ പബ്ലിക് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തലയ്ക്ക് ഇഞ്ചുറി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ബോർഡിൻ്റെ അടുത്ത് പറയാനായിട്ട് അവർ ആവശ്യപ്പെടാറുണ്ട്. അല്ലാത്ത പക്ഷം ഈ പറയുന്ന അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർജറി കഴിഞ്ഞ് അത് ക്ലിയർ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കും, പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സാമിനേഴ്സ് വിൽ യൂസ് ദെയർ ഓൺ ഡിസ്ക്രിഷൻസ് ഈ കാര്യത്തിൽ. ഓക്കെ ആണല്ലോ? സോ ഇതാണ് ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ. ഇതായിരിക്കും നിങ്ങളെ ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മെഡിക്കലിന് ചെന്ന് കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുക? ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, BP ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അസുഖങ്ങളുടെ എന്തെങ്കിലും ബ്ലഡിൻ്റെ കൗണ്ടിൻ്റെ കുറവോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കിയെടുക്കും. BP ടെസ്റ്റ് ചെയ്യും. അപ്പോൾ BP നോർമൽ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ല, അവരൊരു +or-10 റേഞ്ച് വരെ അവർ പിടിക്കും. കാരണം എക്സാമിന് ചെല്ലുമ്പോൾ ഒബ്വിയസ്ലി കുട്ടികൾ എന്തായിരിക്കും, സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ അതിൻ്റെ പുറത്ത് BP കൂടാനും കുറയാനും അല്ലെങ്കിൽ വേരിയേഷൻ വരാനൊക്കെ സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വരാനായിട്ട് പറയും. ഒരിക്കൽ കൂടെ BP ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, പ്രശ്നമില്ല. ഇനി യൂറിൻ ടെസ്റ്റ് ചെയ്യും. യൂറിൻ A1, അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം ആണെന്നുണ്ടെങ്കിൽ യൂറിൻ ടെസ്റ്റ് കമ്പൽസറി ആണ്. ആസ് പെർ ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയാണെന്നുണ്ടെങ്കിൽ യൂറിൻ ടെസ്റ്റ് എന്താണ്, കമ്പൽസറി ആയിട്ട് അവർ ചെയ്യാറുണ്ട് പൊതുവെ. ഇനി അല്ലാത്ത പോസ്റ്റുകളാണെന്ന് വിചാരിക്കുക, A2 തൊട്ട് C2 വരെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്കുള്ള പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യും. എപ്പോൾ? 30 വയസ്സിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാവരുടെയും ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയ രാജ്യമാണ്, ഡൈവേഴ്സിറ്റീസ് ഉള്ള രാജ്യമാണ്. ഓരോ സ്ഥലത്തെയും സൗകര്യങ്ങൾ അനുസരിച്ചും എക്സാമിനറിന്റെ മനോഭാവം അനുസരിച്ചും എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ഇനി വിഷൻ ടെസ്റ്റ്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇത് സെപ്പറേറ്റ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. എക്സ്റേ ടെസ്റ്റ്, എക്സ്റേ എടുക്കും അവർ. പിന്നെ ഇതിന് പുറമെയാണ് അതർ ടെസ്റ്റ്. നേരത്തെ പറഞ്ഞ ഹൈഡ്രോസീൽ, ഇപ്പോൾ പുരുഷന്മാരുടെ കേസാണെങ്കിൽ ഹൈഡ്രോസീൽ, ഹെർണിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, നമ്മുടെ ഡ്രസ്സ് എല്ലാം അഴിച്ചു മാറ്റി മെഡിക്കൽ എക്സാമിനറിന്റെ റൂമിൽ ചെന്നുകൊണ്ട് അവരിതെല്ലാം നിങ്ങളെ പ്രോപ്പറായിട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും പുറത്തുവിടുന്നതായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ടെസ്റ്റുകളും എക്സ്റേയും ECG പോലെയുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഇതെല്ലാം ജനറൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് റെയിൽവേ കൊടുക്കുന്ന എന്തിനാണ്? വിഷൻ ടെസ്റ്റിനാണ്, കണ്ണിന്റെ കാര്യത്തിനാണ്. കണ്ണിന്റെ കാര്യത്തിൽ റെയിൽവേ പൊതുവെ എന്ത് ചെയ്യാറില്ല, റിലാക്സേഷൻ കൊടുക്കാറില്ല. അപ്പൊ എന്താണ് വിഷ്വൽ അക്യൂറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ മെഡിക്കൽ മാനുവലിനകത്ത് കൊടുത്തിട്ടില്ല നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. A1 തൊട്ട് അങ്ങ് C2 വരെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് വിഷൻ്റെയും നിയർ വിഷൻ്റെയും ഒക്കെ ക്രൈറ്റീരിയ കൃത്യമായിട്ട്
മെഡിക്കൽ മാനുവലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് നോട്ടിഫിക്കേഷനകത്ത് നിന്ന് ഞാൻ സ്ലിപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ്. ഈ പറഞ്ഞ അതേ 7 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെയും നമുക്ക് കാണാം. അതിനകത്ത് അവർ പറയുന്നുണ്ട് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. ഈ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്ന് പറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ, വെരിക്കോസ് വെയിൻ, ഹെർണിയ തുടങ്ങിയ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ അവർ ചെക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇത് മാറിക്കൊണ്ടിരിക്കും. ഞാൻ അതിനെ ഒന്നുകൂടെ ചാർട്ട് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. A1 മെഡിക്കൽ ടെസ്റ്റിന്, A1 മെഡിക്കൽ സ്റ്റാൻഡേർഡിന് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ഫോഗിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് കൂടെ ചെയ്യും. ഇതിലുള്ള എല്ലാം A1കാർക്ക് ബാധകമാണ്. ഈ പറഞ്ഞിട്ടുള്ള 11 ടെസ്റ്റും A1കാർക്ക് ബാധകമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ A1നെ മാത്രം ബാക്കിയുള്ളതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ടെസ്റ്റാണ് എന്ത്, ഫോഗിങ് ടെസ്റ്റ്. അതിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിസ്റ്റൻസ് വിഷൻ 6x6 ആയിരിക്കണം, വിത്തൗട്ട് ഗ്ലാസ്, സ്പെക്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയർ വിഷൻ പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് ഗ്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മസ്റ്റ് ക്ലിയർ ഫോഗിങ് ടെസ്റ്റ്. ഈ മസ്റ്റ് ക്ലിയർ ഫോഗിങ് ടെസ്റ്റ് വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ A1നെ ഫോഗിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഫുൾ ഓഫ്താൽമോളജി എക്സാമിനേഷൻ, കണ്ണിന്റെ മൊത്തത്തിലുള്ള ചെക്കിങ് എവിടെ ഉണ്ടാവും, A1 മൊത്തത്തിൽ ചെക്ക് ചെയ്യും. കണ്ണിന്റെ പ്രഷർ, അതുപോലെ തന്നെ ഓരോ കാറ്ററാക്ട് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യുന്നതായിരിക്കും. ആർക്ക്, A1ന്. രണ്ടാമത്തെ ആർക്കാണ്, C1 and C2 exceeding 4D. അതെന്താ, C1 C2 നോക്കുക. C1 C2 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ്. C1 C2 4D. ഇപ്പൊ ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് പവർ ഒന്നും പറയുന്നില്ല. A1ലും A2ലും. A3 A4 അവരെന്ത് ചെയ്യുന്നുണ്ട്, പവർ പറയുന്നുണ്ട്. A3ക്ക് 2D ആണ് പറയുന്നത്. B1 B2ന് 4D ആണ് പറയുന്നത്. A4 അല്ല, സോറി, B1 B2 എന്താണ് പറയുന്നത്, 4D ആണ് പറയുന്നത്. C1ലും C2ലും അവർ എന്ത് പറയുന്നില്ല, പവർ പറയുന്നില്ല. സ്പെക്സ് യൂസ് ചെയ്യുന്നതിന്റെ പവർ പറയുന്നില്ല. അപ്പൊ അങ്ങനെ C1 C2നൊക്കെ 4Dക്ക് മുകളിലാണ് നിങ്ങളുടെ കാഴ്ച അല്ലെങ്കിൽ പവർ എന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യും, ഫുൾ ഓഫ്താൽമോളജി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. അതെന്തിനാണ്, 4Dക്ക് മുകളിൽ പവറുള്ള, സ്പെക്സ് യൂസ് ചെയ്യുന്ന, കാഴ്ചക്കുറവുള്ള, 4Dക്ക് മുകളിൽ പവറുള്ള ഉദ്യോഗാർത്ഥികളുടെ കാഴ്ച ഇനിയും കുറയാൻ സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഫുൾ ടെസ്റ്റ് നടത്തും. ഓക്കെ. നേക്കഡ് ഐ വിഷൻ A1നും A2നും മാത്രമാണ്. A1 A2ന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, A1നും A2നും എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. A2 വിത്തൗട്ട് ഗ്ലാസ് ആണ്, A1 വിത്തൗട്ട് ഗ്ലാസ് ആണ്. A3 തൊട്ട് എന്ത് പറയുന്നുണ്ട്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് പറയുന്നുണ്ട്. B1 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്, B2 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്, C1 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്, C2 പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. പക്ഷേ ഏറ്റവും ലോവസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത്. അപ്പോൾ A1 A2 എന്താണ്, സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് A1 A2 ആൻഡ് B1. B1ന്റെ കേസിൽ ഒരു എക്സെപ്ഷൻ ആണ് എന്ത്, RPF SIയും RPF കോൺസ്റ്റബിളിലെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നത് B1 ആണ്. പക്ഷെ പൊതുവെ B1ൽ നമ്മൾ ഇവിടെ കണ്ടപ്പോൾ എന്താണ് കണ്ടത്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. പക്ഷേ RPF ആണ് എക്സാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, B1ൽ നിങ്ങൾക്ക് സ്പെക്സ് യൂസ് ചെയ്യാതെ നിങ്ങൾ B1 ക്രൈറ്റീരിയ ക്ലിയർ ചെയ്യേണ്ടി വരും. കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ചെക്ക് ചെയ്യുന്നത് A1 A2 A3 B1. നൈറ്റ് ബ്ലൈൻഡ്നെസ് ചെക്ക് ചെയ്യുന്നത് A1 A2 A3 B1. മെസോപ്പിക് വിഷൻ A1 A2 A3 B1. റാഡിക്കൽ കെറാറ്റോട്ടോമി A1 A2 A3 B1. ഫീൽഡ് ഓഫ് വിഷൻ ചെക്ക് ചെയ്യുന്നത് A and B. കോണ്ടാക്ട് ലെൻസ് വെക്കാൻ പറ്റാത്തത് A and B. ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ് ചെയ്യുന്നത് A and B കാറ്റഗറിയിൽ. അപ്പോൾ ഇവിടെ ഒന്നും എന്തില്ല, C1 C2നൊക്കെ റിലാക്സേഷൻ ഉണ്ട്. എന്താണ് ഈ ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ, ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബിന്ദുവിൽ നോക്കാൻ പറഞ്ഞിട്ട് ഇപ്പുറത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഓടിക്കും. അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്, അതുവരെ ഉള്ള പോയിന്റ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ട് അത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ മെസോപ്പിക് വിഷൻ, നൈറ്റ് വിഷൻ, രാത്രി കാണാൻ പറ്റുമോ, കളർ ബ്ലൈൻഡ്നെസ് ചെക്ക് ചെയ്യും. പിന്നെ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ബൈനോക്കുലർ വിഷൻ അല്ലെ. നമ്മൾ ഈ ദൃഷ്ടിക്ക് പ്രശ്നമുള്ള ആളുകൾ എന്ന് പറയില്ലേ, അതായത് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത് 2 കൃഷ്ണമണികൾ എന്ത് ചെയ്യണം, ആ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടെ അവർ നോക്കും. സോ ഇത്രയാണ് പൊതുവെ കണ്ണിന്റെ കാര്യത്തിൽ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 11 ടെസ്റ്റുകളുണ്ട്. ഇത് ഞാൻ പറഞ്ഞ വിഷ്വൽ അക്വിറ്റി അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് മെഡിക്കലിന്റെ കണ്ണിന്റെ കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ലാസിക് സർജറിയുടെ അവസ്ഥ എന്താണ്? കണ്ണിന് നിങ്ങൾ ലേസർ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ലേസർ ചെയ്തിട്ടുള്ളവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ A1 A2 A3, അതായത് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ ലേസർ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കും, അൺഫിറ്റ് ആയിരിക്കും. വേറെ വഴിയില്ല. ലാസിക് സർജറി കഴിഞ്ഞവർ A1 A2 A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ജോലികൾ, അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ഗുഡ്സ് ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങിയ ജോലികൾക്ക് നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആയിരിക്കും, നിങ്ങൾ ലേസർ സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ.
ഇനി B1 B2 രണ്ടാമത്തെ കാറ്റഗറി B1 B2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഫിറ്റ് ആണ്, പക്ഷെ എന്തായിരിക്കണം, സബ്ജക്ട് ടു ക്രൈറ്റീരിയ. ചില ക്രൈറ്റീരിയകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവരുടെ ഫിറ്റ്നസ് നിശ്ചയിക്കുന്നുണ്ടായിരിക്കുക. പൊതുവെ ക്രൈറ്റീരിയ ആയിട്ട് അവർ നോക്കുന്നത് സർജറി കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. സർജറി കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കണ്ണിന് വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 6 കണ്ടീഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ആ 6 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കലി എന്തായിരിക്കും, ഫിറ്റ് ആയിരിക്കും. പക്ഷെ ഏത് പോസ്റ്റുകൾക്ക്, B1 B2 പോസ്റ്റുകൾക്ക് എ പോസ്റ്റിന് ഫിറ്റ് അല്ല. C1 C2 ഇതൊന്നും ബാധകമല്ല. ലേസർ ചെയ്തവർക്ക് എന്ത് ചെയ്യാം, മെഡിക്കലി ഫിറ്റ് ആയിരിക്കും. C1 C2 പോസ്റ്റുകൾക്ക് മെഡിക്കലി ഫിറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ലാസിക് സർജറിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതാണ് സ്നെല്ലൻസ് ചാർട്ട്. ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 6/6 ആണോ, 6/9 ആണോ, 6/12 ആണോ, 6/18 ആണോ, 6/24 ആണോ, 6/36 ആണോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു ചാർട്ട് നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. നിങ്ങളെ എന്ത് ചെയ്യും, 6 മീറ്റർ അപ്പുറത്ത് കൊണ്ടിരുത്തും. അപ്പോൾ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും 6 മീറ്റർ വീതിയുള്ള അല്ലെങ്കിൽ നീളമുള്ള റൂം ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യും, 3 മീറ്റർ മുന്നിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ചാർട്ട് വെച്ചിട്ട് അപ്പുറത്തൊരു മിറർ വെച്ച് മിററിലുള്ള ഇമേജ് വായിക്കാനായിരിക്കും ചിലപ്പോൾ പറയാം. നിങ്ങൾക്കറിയാം പ്ലെയിൻ മിററിൽ നിന്ന് ഒബ്ജക്റ്റീവ് ഇമേജ് തമ്മിലുള്ള ദൂരം എത്രയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ 3 മീറ്റർ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എത്രയായിരിക്കും, 6 മീറ്റർ ബാക്കിലായിരിക്കും. അപ്പം മിറർ നോക്കിയിട്ട് നിങ്ങളെടുത്ത് വായിക്കാൻ പറയും. ഇതിൽ ഫുള്ള് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, 6 മീറ്റർ അപ്പുറത്തിരിക്കുന്ന ഈ ചാർട്ട് മൊത്തം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പവർ 6/6 ആണ്. നിങ്ങൾ A1 കാറ്റഗറിക്ക് എലിജിബിൾ ആണ്. കണ്ണട വെക്കാതെ വായിക്കാൻ പറ്റണം A1 ആണെന്നുണ്ടെങ്കിൽ. ഇനി 6/9 നിങ്ങൾക്ക് അടിയിലത്തെ വായിക്കാൻ പറ്റുന്നില്ല, തൊട്ട് മുകളിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. വിത്തൗട്ട് സ്പെക്സ് ആണെങ്കിൽ 6/9 വിത്തൗട്ട് ഗ്ലാസ് ആണ്. വിത്ത് സ്പെക്സ് ആണെങ്കിൽ 6/9 വിത്ത് ഗ്ലാസ്. ഇതുവരെ വായിക്കാൻ പറ്റുന്നുള്ളതാണെങ്കിൽ 6/12, ഇതുവരെയാണെന്നുണ്ടെങ്കിൽ 6/18. അങ്ങനെയാണ് നിങ്ങളുടെ മെഡിക്കൽ ചെക്ക് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് വിഷന്റെ കാര്യത്തിൽ, നിയർ വിഷന്റെ കാര്യത്തിൽ ഇത് ഇമേജ് കുറച്ച് ബ്ലറാണ്. ഇതിന്റെ അർത്ഥം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, മലയാളം ആണെങ്കിൽ മലയാളം, നമ്മുടെ RRBയിൽ കൊടുത്തിട്ടുള്ള 15 ഭാഷകൾ, ആ 2 ഭാഷകളിലുള്ള ഒരു എഴുത്ത് കാണിക്കും. അതിൽ ഏറ്റവും ചെറുതാക്കി ചെറിയ രീതിയിൽ എഴുതിയിരിക്കുന്നത് തൊട്ട് ഏറ്റവും വലിയ രീതിയിൽ എഴുതിയിരിക്കുന്ന പോലെയുള്ള പാരഗ്രാഫുകൾ കാണും. അത് വായിക്കാൻ പറ്റണം. അതാണ് നിയർ വിഷന്റെ കാര്യം. കളർ ബ്ലൈൻഡ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തരത്തിലൊരു ചാർട്ട് തരും. ആ ചാർട്ടിൽ നിന്ന് അത് നിങ്ങൾക്ക് നമ്പർ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഈ നമ്പർ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റി കഴിഞ്ഞാൽ ഇത് നമ്മളെ കമന്റ് ബോക്സിൽ ഈ നമ്പറുകളൊന്ന് എഴുതിയിടുക. അപ്പോൾ ഇതാണ് കളർ ബ്ലൈൻഡ്നെസിന്റെ കാര്യത്തിൽ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നൈറ്റ് വിഷനും ബൈനോക്കുലർ വിഷനോ ഒക്കെ അത് ആവശ്യമുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്. നിങ്ങൾക്കറിയാം C1 C2 ഈ പറഞ്ഞ ബൈനോക്കുലർ വിഷനോ കളർ ബ്ലൈൻഡ്നെസ് ഒന്നും വിഷയമല്ല, B1 വിഷയമാണ്. അപ്പോൾ അത് ഏത് സ്റ്റാൻഡേർഡിനാണ്, ഞാൻ നേരത്തെ ടേബിൾ കാണിച്ചല്ലോ, അത് ഏത് സ്റ്റാൻഡേർഡിനാണോ അത് വിഷയമായിട്ട് വരുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും, അവർ ചെക്കിങ് നടത്തും. ഓക്കെ, ഇനി പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, ഇവരുടെ കാര്യം എന്താണ്? ജനറലി ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ കാറ്റഗറി A1 A2 A3, അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ് തുടങ്ങിയ പോസ്റ്റുകൾക്കോ RPFന്റെ SI കോൺസ്റ്റബിൾ തുടങ്ങിയ പോസ്റ്റുകൾക്കോ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആളുകൾ ജനറലി ഫിറ്റ് അല്ല. അവരെ മെഡിക്കലി അല്ലെങ്കിൽ ആ പോസ്റ്റുകളിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പൊതുവെ പറ്റാറില്ല. ബാക്കിയുള്ള പോസ്റ്റുകളുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റും എക്സാമും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പോസ്റ്റും എക്സാമും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സപ്പോസ് B1 കാറ്റഗറി ഉള്ള അല്ലെങ്കിൽ C1 കാറ്റഗറി ഉള്ള C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആവശ്യമുള്ള 2 പോസ്റ്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു എന്ന് വിചാരിക്കാം. ഇതിൽ ഏതിലായിരിക്കും മെഡിക്കലി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ PWBDക്കാർക്ക് ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആ പോസ്റ്റിന്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും. 2ന്റെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആയിരിക്കും. പക്ഷെ ഒരെണ്ണം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഈ പറഞ്ഞ പോലെ എഴുന്നേറ്റ് നടക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലിയാണ്. പക്ഷെ ഒരെണ്ണം എന്താണ്, ഡെസ്ക് ജോബ് ആണെന്നുണ്ടെങ്കിൽ ആ ഡെസ്ക് ജോബ് ഉള്ളത് PWBDക്കാർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. മറ്റേ പോസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ഞാൻ പറഞ്ഞത് ഡിപ്പെൻഡ്സ് അപ്പോൺ പോസ്റ്റ്. ഏത് പോസ്റ്റാണ്, ഏത് എക്സാം ആണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും PWBDക്കാരുടെ കാര്യം. അപ്പോൾ അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ഇപ്പം NTPC ആണെങ്കിൽ NTPC നോട്ടിഫിക്കേഷനിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പോസ്റ്റാണ് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ കാര്യം കൂടെ നോക്കാം. ആർക്ക് ഏതൊക്കെ പോസ്റ്റാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ്. കാരണം അത് എക്സാം അനുസരിച്ച് പോസ്റ്റ് അനുസരിച്ച് മാറുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ നമ്മൾ പൊതുവെ ഒരു മെഡിക്കൽ ടെസ്റ്റിന് നിങ്ങൾ ചെല്ലുമ്പോൾ, RRBയുടെ ഒരു മെഡിക്കൽ ടെസ്റ്റിന് ചെല്ലുമ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങളുടെ BP ചെക്ക് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, യൂറിൻ ടെസ്റ്റ് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ പുരുഷന്മാരുടെ കേസിൽ ഹൈഡ്രോസിൽ ചെക്ക് ചെയ്യും, അല്ലാതെ ഉള്ളവർക്ക് ഹെർണിയ ചെക്ക് ചെയ്യും, പൈൽസ് ചെക്ക് ചെയ്യും.
അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ സിവിയറിറ്റി അനുസരിച്ച് മെഡിക്കൽ എക്സാമിനറുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, റീമെഡിക്കലിന് വിടാം. ഇനി ഈ അസുഖങ്ങൾക്ക് സർജറി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കും. ലാസിക്ക് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞു. ഇനി കണ്ണിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. കണ്ണിൻ്റെ എത്തക്ക ടെസ്റ്റുകൾ 11ഓളം ടെസ്റ്റുകൾ ഞാൻ കാണിച്ചു. അതിൽ കൂടുതൽ വരാം, കുറവും വരാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ഏത് പോസ്റ്റ്, ഡിപ്പെൻഡ്സ് അപ്പോൺ എവിടെയാണ് മെഡിക്കൽ കണ്ടക്ട് ചെയ്യുന്നത്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇത്രയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ വരാം. സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം സംശയങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങളുടെ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മറുപടി നിങ്ങൾക്ക് തരാവുന്നതാണ്. ഓക്കെ, ഇനി ഉടനെ തന്നെ ഈ വരുന്ന ജനുവരി 22, ജനുവരി 23 സമയമാകുമ്പോഴേക്കും ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരും. മെഡിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. NTPCയുടെ കൂടെ ഗ്രൂപ്പ് ഡി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് NTPC പ്ലസ് ഗ്രൂപ്പ് ഡി ബണ്ടിൽ കോഴ്സ് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി NTPC നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഓൾറെഡി ഒരു സക്സസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മറ്റൊരു ബാച്ചുകളിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.